ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് നമ്മളൊപ്പം ചെയ്തിട്ടുണ്ട്. വലിയ ആവേശമായിരുന്നല്ലോ ഇവിടെ. തീർച്ചയായിട്ടും ആവേശം തിക്കും തിരക്കുമായി പോയില്ലേ? അതെ, പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നു. പ്രഖ്യാപിച്ചതിന് ശേഷം നേതാക്കൾ വൈകുമോ? 5:30 അവർ തിരിച്ച് 5:30 കൂടി അവരെത്തുമെന്നാണ് കണക്ക്. അതനുസരിച്ച് 6 മണിക്ക് പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിയമസഭാ മന്ദിരത്തിനകത്തുള്ള ഹാളിലാണ്. പ്രതിജ്ഞയുടെ കാര്യങ്ങളൊക്കെ തീരുമാനമായത് തിങ്കളാഴ്ച എന്നുള്ളതാണ് ഇപ്പോൾ ടെൻഡേറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ച ഗവർണറെ കണ്ടതിന് ശേഷം കാണുമോ ഗവർണറെ? ഇന്ന് കാണാനാണ് അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. 7 മണിക്ക് ശേഷം ഗവർണർ കാണാനുള്ള KPCC പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ മന്ത്രിസഭാ രൂപീകരണം അങ്ങനെ ചർച്ചകളെല്ലാം നടന്നു. അതായത് ഇനി 2ാം ഘട്ടത്തിലായിരിക്കും അടുത്ത മന്ത്രിസഭ. മന്ത്രിമാരെ നാളെ അല്ലെങ്കിൽ ഇനി തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ കക്ഷി നേതാക്കളായ മന്ത്രിമാരുമാണോ അതല്ല ഫുൾ ക്യാബിനറ്റ് ആണെന്നുള്ള തീരുമാനമായില്ലല്ലോ. അതൊക്കെ എല്ലാം ഒരു അത്തരം ആശയവിനിമയങ്ങൾ ഇപ്പോൾ KPCC പ്രസിഡന്റുമായിട്ട് നടത്തിയിട്ടില്ല. കുറച്ച് അടച്ചിട്ട മുറിയിലുണ്ടായിരുന്നല്ലോ. അല്ല, അവിടെ വെറുതെ വർത്തമാനം പറഞ്ഞിരുന്നുള്ളൂ, അല്ലാതെ വേറെ ചർച്ചകളൊന്നും നടന്നില്ല. ഔദ്യോഗികമായ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ആ മുറിയിൽ ഉണ്ടായിരുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത്. ഔദ്യോഗികമായ ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ആൾക്കൂട്ടമുണ്ട്, ആഹ്ലാദമുണ്ട്, ആരവമുണ്ട്. നേരത്തെ ശ്രീജ കാറിൽ VD സതീശന്റെ കാറിന്റെ ബാക്കിലിരുന്ന 3 പേരായിരുന്നു. ഒന്ന് തൃത്താല MLA VT ബൽറാം, ഒന്ന് നൌഷാദ് അലി, ഡൽഹിയിൽ വരെ പോയി ആ യുദ്ധത്തിൽ പങ്കാളിയായിട്ടുള്ള പട നയിക്കുന്ന സമയത്ത് ആ വാഹനത്തിരുന്ന വ്യക്തിയാണ്. ഏറ്റവും ആദ്യമായി VD സതീഷിന് വേണ്ടി ഒരു MLA-യുടെ ഭാഗത്തു നിന്ന് ഒരു ശബ്ദം ഉയർന്നത് KP നൌഷാദ് അലിയുടെ ഭാഗത്തു നിന്നായിരുന്നു. ഏറ്റവും ആദ്യം സതീശനാകണം, പിന്നെ മുഹമ്മദ് ഷിയാസ്. അങ്ങനെ 3 പേര് ആ വാഹനത്തിന് പിന്നിൽ നിയുക്ത മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുൻപിൽ ഉണ്ട്. ഇഷ്ടക്കാരാണ്.